ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ആദ്യം തന്നെ ഈ കൊച്ചുമിടിക്ക് ഒരു ബിഗ് സല്യൂട്ട് നേർന്നുകൊണ്ട് തുടങ്ങാം. ഈ കൊച്ചുമിടിക്ക് ആലോചിക്കേണ്ടത് എന്താണ് ഈ ബിഗ് സല്യൂട്ട്, അത് നിനക്ക് ഭാവിയിൽ മനസ്സിലാക്കിയുള്ളൂ. ഇത് കണ്ട, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി ക്യാൻസർ റിസർച്ച് സെൻ്ററിൻ്റെ മുന്നിലാണ്, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ. അപ്പോൾ മറ്റൊന്നിനല്ല വന്നിരിക്കുന്നത്, നമ്മുടെ ചാനലിലൂടെ എപ്പോഴും ഒരു കാര്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് മറ്റുള്ളവരെ. അത് എന്താ പറയുക, ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഇതുണ്ട ഹെയർ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ വളർത്തിയിട്ട് വെറുതെ കളയാറുണ്ട്. അപ്പോൾ ഇവിടെ ക്യാൻസർ പേഷ്യൻസിന് ഡൊണേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളർത്തിയിട്ട് വെറുതെ കളയരുത്, അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതല്ല നല്ലത്, നമ്മൾ വെറുതെ കളയാണ്ടിരിക്കണമെന്നല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ജുവാനയാണ് എൻ്റെ കൂടെ ഉള്ളത്. ജുവാന മരിയ ബിബിൻ അല്ലേ? നീ 2ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? 2ാം ക്ലാസ്സിൽ. ഇവർ ശരിക്കും അടിമാലിക്കാരാണ്. ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ വീടിനോട് ചേർന്ന എൻ്റെ നെയ്ബറാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ബിബിൻ്റെ കുട്ടിയാണ്. ഒരു വിഷയം ഞാൻ കാണിച്ചു തരാം. അവളുടെ മമ്മി കട്ട് ചെയ്യണം, അവളുടെ അനിയത്തിയുണ്ട് കൂടെ. ബിബിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ബിബിനൊന്നും ഇങ്ങോട്ട് വന്നേ. ബിബിന് എന്തായാലും സന്തോഷം പിള്ളേരുടെ അല്ലേ, ഇങ്ങനെ വെറുതെ കളയാണ്ട്. ബിബിൻ്റെ കുറച്ച് മുടിയൊക്കെ ഉണ്ട് എന്നെ പോലെ. ബിബിന് പിള്ളേർക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് അതിന് തന്നെയാണ്, മറ്റുള്ളവർ കണ്ട് ആരെങ്കിലും കൊണ്ടുപോയി വെറുതെ കളയാണ്ട് ക്യാൻസർ പേഷ്യൻസ് കൊടുക്കാൻ പറ്റും കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും നമുക്ക് ഇനി അവളുടെ കൊണ്ടുപോയി ഹെയർ ഡൊണേറ്റ് ചെയ്യണമെന്ന് വിഷയം കാണിച്ചിട്ടാവാം. പോവാം. മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ജുവാനയുടെ മാതാപിതാക്കളായ ബിബിനും ജാൻസിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നത്. കാരണം കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സമൂഹത്തിൽ ചുറ്റുവട്ടത്തുള്ള മറ്റുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക നമ്മളെ കൊണ്ടാവണ രീതിയിൽ. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചത് അവരുടെയും കൂടി സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. അവർക്കും പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ ഫോട്ടോസ് നോക്കിയാൽ അവളുടെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ എപ്പോൾ കാണുമ്പോഴും ഇങ്ങനെ നല്ല ലോങ് ഹെയർ ആയിട്ട് നല്ല രസമാണ് കാണാം. അപ്പോൾ ഇവൾ ആദ്യം മുടി വെട്ടാൻ പറഞ്ഞിട്ട് അവൾ സമ്മതിക്കണുണ്ടായില്ലെന്നാണ് അവളുടെ അമ്മ പറഞ്ഞത്. ലാസ്റ്റ് ഇങ്ങനെ ഒരു കാര്യത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അത് അംഗീകരിച്ചു. അപ്പോൾ ഈ പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും കുട്ടികൾ പറയുന്നതാണ് മാതാപിതാക്കളോട് എനിക്കും ഇതേപോലെ വളർത്തിയിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 10 പേര് അവിടെ ചെന്ന്, അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ വിജയം. അതിനും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് തന്നെ. ഇതാ ജുവാനൊക്കെ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് ഹെയർ ഡൊണേറ്റ് ചെയ്തതിൻ്റെ. കണ്ട. അപ്പോൾ ഈ കൊച്ചുമണിക്കിത് ഹെയർ ഡൊണേറ്റ് ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയുള്ള കൊച്ചു പിള്ളേരൊക്കെ മുടി വളർത്തിയിട്ട് വെറുതെ കളയാണ്ട് ഇവിടെ ക്യാൻസർ പേഷ്യൻസിനെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കൊടുക്കുക. പിന്നെ അവർ പറയുന്നത് ഇപ്പോഴത്തെ നിലവിലുള്ള ഇത് വെച്ചിട്ട് 30 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വേണം. അതായത് ഏകദേശം ഒരു 11 ഒരു മിനിറ്റ്, ഏകദേശം ഒരു 11 ഇഞ്ച് അല്ലേ, ഏകദേശം. അപ്പോൾ ഒരു 15 ഇഞ്ചാവും. 15 ഇഞ്ച് കറക്റ്റായിട്ട് കൊണ്ടുവരേണ്ടത്. നിങ്ങൾ ഒരു 13 ഇഞ്ചാകുമ്പോൾ മുറിച്ചാൽ മതി. അപ്പോൾ പിന്നെ വിഷയമില്ല, ഒരാൾക്ക് അത് ഉപയോഗിക്കാനല്ലേ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും ഈ കൊച്ചി പിടിക്കുന്ന നമുക്ക് കിട്ടുമെന്ന് ഈ അടുത്തൊന്നും കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും സന്തോഷം അല്ലേ. വേറെ എന്തെങ്കിലും പറയണോ നമ്മുടെ കാണികൾ? എല്ലാവരോടും ഇങ്ങനെ കൊടുക്കണമെന്ന് പറയാം. മുടി വളർത്തി എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് കൊടുക്കണമെങ്കിൽ എനിക്കും കൂടി തന്നിട്ട് നമ്മുടെ ചാനലിലൂടെ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അത് മറ്റൊന്നിനല്ല, മറ്റുള്ളവരും കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇത് ചിലർ ചോദിക്കാറുണ്ട്, ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തണ്ടോ അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടണുണ്ടോ എന്നൊക്കെ പറയേണ്ട. അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട്, നമുക്ക് കൊടുക്കാൻ തോന്നി കൊടുക്കുക. ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ, അവരത് ചെയ്യണം, അവരുടെ രീതി. നമ്മൾ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.